സിനിമാ സംഘടന അമ്മയിലെ തർക്കങ്ങൾക്ക് പിന്നിൽ സംഘപരിവാർ ഇടപെടലെന്ന ആരോപണത്തെ പ്രതിരോധിക്കാൻ നടി ശ്വേതാ മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അവശ്യ കലാകാരന്മാരെ സഹായിക്കാൻ ആരിൽ നിന്നും പണം വാങ്ങുന്നതിൽ തെറ്റില്ല. സാമ്പത്തിക കൊള്ള ചൂണ്ടിക്കാട്ടിയപ്പോൾ സംഘടനയിലെ പവർ ഗ്രൂപ്പ് തന്നെ തകർക്കാൻ ശ്രമിച്ചു. എന്നാൽ ഫണ്ട് തിരിമറിയിൽ ഉത്തരം മുട്ടിയ ശ്വേത പവർ ഗ്രൂപ്പ് ആരോപണത്തിലൂടെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും അടക്കം സംഘടനയിൽ നിന്ന് പുറത്താക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് മാലാ പാർവതി തിരിച്ചടിച്ചു. നടി അൻസിബയുടെ പരാതിയിൽ ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ എസ് രേഷ്മ എന്നിവർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു. താരസംഘടനയിലെ തർക്കത്തിൽ രാഷ്ട്രീയമാനം കൈവന്നതോടെ കടുത്ത ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉയരുന്നത്. സംഘടനയുടെ പ്രവർത്തനത്തിനായി അദാനി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും സംഘപരിവാർ അനുകൂലികളിൽ നിന്നും ശ്വേതാ മേനോൻ പണം കൈപ്പറ്റിയെന്ന ആരോപണം ഉയർന്നതോടെയാണ് ചർച്ചകൾക്ക് ചൂടുപിടിച്ചത്. മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരെ ഉൾപ്പെടുത്തി നടത്തുന്ന ഷോകളിലൂടെയല്ലാതെ മറ്റു സ്രോതസ്സുകളിൽ നിന്നും ഭരണസമിതിക്ക് പണം ലഭിച്ചിട്ടുണ്ട്. ഈ പണം എന്തു ചെയ്തെന്നാണ് ശ്വേത അധ്യക്ഷയായ ഭരണസമിതിക്കെതിരെ ഉയരുന്ന പ്രധാന ചോദ്യം. സംഘപരിവാർ ബന്ധത്തിൽ വിവാദം കൊഴുത്തതോടെ വിശദീകരണ കുറിപ്പുമായി ഇന്നും ശ്വേത രംഗത്തെത്തി. സഹായത്തിനായി ലഭിക്കുന്ന പണം നൽകുന്നവരുടെ ജാതിയും മതവും നോക്കാറില്ലെന്ന് ശ്വേത വ്യക്തമാക്കി. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അതിനെതിരെ പോരാടാൻ മലയാള സിനിമയിലെ സാധാരണ സ്ത്രീക്ക് കഴിയില്ല. താൻ അമ്മ പ്രസിഡന്റായി മത്സരിച്ച അന്നു മുതൽ ഇന്ന് വരെ നേരിട്ട ആക്രമണങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ ഇത് മനസ്സിലാകുമെന്നും ശ്വേത കൂട്ടിച്ചേർത്തു. അതേസമയം കണക്ക് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാത്ത ശ്വേത പറയുന്നതെല്ലാം പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ലെന്നും കണക്ക് ചോദിക്കുന്നവരെ നിശബ്ദരാക്കാൻ കഴിയില്ലെന്നും മാലാ പാർവതി. പവറായി എമർജ് ചെയ്ത ശ്രീമതി ശ്വേതാ മേനോന്റെ ഗ്രൂപ്പ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചത് പാവം ഒരു അൻസിബ എന്നൊരു പെൺകുട്ടിയാണ്. ആ കുട്ടി ശരിക്ക് വേണ്ടി അഴിമതിയാണെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവളെ ഒറ്റപ്പെടുത്താൻ നോക്കി. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ചോദ്യങ്ങളുണ്ടാവും. ഒരു സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ ആരോപണങ്ങളുണ്ടാവും. ഒരു ആരോപണം കേൾക്കുമ്പോൾ ഇറങ്ങി ഓടുന്ന ഒരാളല്ല ഒരു സ്ഥാനത്തിരിക്കേണ്ടത്. സംഘടനയ്ക്ക് പുറത്തുനിന്ന് സംഭാവനകൾ സ്വീകരിക്കേണ്ട സാഹചര്യമില്ല. എന്നാൽ മുൻ ഭരണസമിതി പണം വാങ്ങിയെന്ന് മാത്രമല്ല, പണം അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നതായി സംശയമുണ്ടെന്നും താരം തുറന്നടിച്ചു. കുറച്ച് പേർക്ക് ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അവർ അദാനിയുടെയും അംബാനിയുടെയും പൈസ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെ കൊണ്ടുവരും, ആള് നോക്കാതെ ഞാൻ പണം വാങ്ങുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് അമ്മയുടെ പ്രസിഡന്റ് എന്ന് അവർ സ്വയം അവകാശപ്പെടുന്ന ശ്രീമതി ശ്വേതാ മേനോൻ. ആ പണം വരുന്നത് എന്ത് നടപ്പിലാക്കാനാണ്? ശരി, ആ പണം എടുത്ത് അവർ നല്ല കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ പോലും ഇവരുടെ അജണ്ട കൂടെ അതിന്റെ നടപ്പിലാവുന്നുണ്ടോ? മോഹൻലാലിനെയും മമ്മൂട്ടിയെയും അമ്മയിൽ നിന്ന് പുറത്താക്കാനാണ് ശ്വേതയുടെ ശ്രമം. ഇതിനുശേഷം അംബാനിയുടെയോ അദാനിയുടെയോ പണം കണക്കില്ലാതെ വാങ്ങി സംഘടനയെ കുഴപ്പത്തിലാക്കാൻ ഇവർ ശ്രമിക്കുന്നു. പിഷാരടിയുടെ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് കോടതിയിൽ സമർപ്പിച്ച രേഖകൾ സത്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണെന്നും മാലാ പാർവതി ആരോപിച്ചു. പുരുഷന്മാർ ഈ അഴിമതിക്കെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നാൽ അവരെ ലൈംഗിക ആരോപണങ്ങളിൽ പെടുത്താൻ പോലും ശ്വേതയുടെ പവർ ഗ്രൂപ്പ് ശ്രമിക്കുമെന്നും മാലാ പാർവതി തുറന്നടിച്ചു. നടി അൻസിബ വംശീയ അധിക്ഷേപത്തിനിരയാണെന്നും നടി പറഞ്ഞു. അതേസമയം അൻസിബയുടെ പരാതിയിൽ നടി ലക്ഷ്മിപ്രിയ, അവരുടെ ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ എസ് രേഷ്മ എന്നിവർക്കെതിരെ കേസെടുക്കാൻ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി പോലീസിന് നിർദ്ദേശം നൽകി. ഇതിനിടെ ഭരണം തിരിച്ചുപിടിക്കാൻ ശ്വേതാ മേനോൻ ശ്രമിക്കുന്നതായും അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ നിയമ നടപടികൾ ശക്തമാക്കാൻ നീക്കം നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.